ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനസ അധികാരത്തോടു കൂടി സൂര്യയോട് പെരുമാറുന്നതൊന്നും തന്നെ ഭാവനയ്ക്ക് ഇഷ്ടമാകുന്നില്ല. അങ്ങനെ ഭാവന മിണ്ടാതെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇതെല്ലാം തന്നെ നോക്കിയും കൊണ്ട് നിൽക്കാൻ കേട്ടോ. അങ്ങനെ മാനസ അയൺ ചെയ്ത ഷർട്ട് സൂര്യയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഭാവന അയൺ ചെയ്തതിനേക്കാൾ നല്ലതുപോലെയല്ലേ ഞാൻ ചെയ്തത് സൂര്യ എന്നും പറഞ്ഞ് സൂര്യയുടെ കയ്യിലേക്ക് ഷർട്ട് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ സൂര്യ ഒന്നും മിണ്ടാതെ പുഞ്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഭാവനയ്ക്ക് അതൊന്നും തന്നെ ഇഷ്ടമാകുന്നില്ല. അങ്ങനെ ഭാവന ഒന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ഇതൊക്കെ കണ്ടും കൊണ്ട് തന്നെ നിൽക്കാം കേട്ടോ. അങ്ങനെ സൂര്യയുടെ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് കൊടുക്കലും ഒക്കെ ചെയ്യുകയാണ്. കയ്യിലെ ഷർട്ടിൻ്റെ ഫുൾ കൈയൊക്കെ മടക്കി വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭാവന ഒന്നും ഇഷ്ടപ്പെടാതെ തന്നെ കയ്യും കെട്ടി ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മാനസ് അങ്ങനെ ഇടത്തെ കണ്ണ് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഭാവന ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ഭാവനയ്ക്കിട്ട് കൊട്ടുക തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ മാനസ ഡ്രസ്സൊക്കെ മാറിയ സൂര്യയോട് പറയാം, വാ നമുക്ക് പോവാം, പെട്ടെന്ന് ഇറങ്ങാം എന്നും പറഞ്ഞിട്ട് സൂര്യയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ സൂര്യ ഭാവനയോട് പറയുന്നുണ്ട്, എന്നാൽ ശരി ഭാവന എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ സൂര്യ ഭാവനയുടെ അടുത്ത് പോലും നിൽക്കാൻ സമ്മതിക്കാതെയാണ് മാനസ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് സൂര്യയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഭാവനയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. സൂര്യയുടെ മേൽ വല്ലാതെ അധികാരം കാട്ടുന്നുണ്ട് മാനസ. ഇതിനൊരു കടിഞ്ഞാൻ ഇട്ടേ മതിയാകൂ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഭാവന നോക്കുന്നത്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് ജയനിർമ്മലയും മാനസയുടെ അച്ഛനും അമ്മയും ദേവനും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ ശേഷം മാനസ സൂര്യയുടെ കൈയും പിടിച്ച് വലിച്ചിട്ട് അങ്ങ് കൊണ്ടുപോവുകയാണ്. വാ സൂര്യ, നേരം വഴുകല്ലേ എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ കേട്ടോ. ഈ സമയത്ത് മാനസയുടെ അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് എൻ്റെ സ്വഭാവമാണ്, എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം എന്നുള്ള മനസ്സാണ് എൻ്റെ മോളുടെ. ദുബായിലാകുന്ന സമയത്തും എൻ്റെ മോള് ഇതുപോലെ തന്നെയായിരുന്നു. നേരത്തെ കാലത്തെ ഓഫീസിലേക്ക് പോവും, എന്നിട്ട് അവിടെയുള്ള സ്റ്റാഫുകൾക്കും അവിടുത്തെ മെയിൻ ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഇവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മാനസയെക്കുറിച്ച് കുറച്ച് പൊങ്ങച്ചങ്ങളൊക്കെ അങ്ങ് മാനസയുടെ അച്ഛൻ പറയാൻ കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ദേവൻ അങ്ങ് പിടിക്കുന്നില്ല. അങ്ങനെ മാനസയുടെ അച്ഛനും മാനസയുടെ സ്വഭാവമാണ് എന്നൊക്കെ പറയുമ്പോൾ ദേവൻ അങ്ങ് പുച്ഛഭാവത്തോട് കൂടിയിട്ടാണ് കേട്ടോ. എന്നാൽ പിന്നെ കണക്കാണ് എന്നുള്ള ഭാവത്തിലാണ് കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ സൂര്യ പോയി കഴിഞ്ഞ ശേഷം, സൂര്യയും മാനസയും പോയി കഴിഞ്ഞ ശേഷം ഭാവന നേരെ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ടെറസിൻ്റെ ബാൽക്കണിയിലെ ആ ഭാഗത്ത് നിന്ന് നോക്കുകയാണ് അവർ രണ്ടുപേരും കൂടി കാറിൽ പോകുന്നതൊക്കെ. അപ്പോൾ മാനസ സൂര്യയോട് പെരുമാറുന്ന രീതിയെല്ലാം തന്നെ കുറച്ച് ഓവറാണെന്ന് ഭാവനയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ദേഷ്യത്തോടു കൂടി കൈയും കെട്ടിയും കൊണ്ടാണ് കേട്ടോ ഭാവന നോക്കി നിൽക്കുന്നത്. അങ്ങനെ സൂര്യയും മാനസയും കൂടി പോകുന്ന സമയത്ത് മാനസയുടെ അച്ഛൻ പറയുന്നുണ്ട് അമ്മയോട്, നല്ല ജോഡിയാണ് സൂര്യയും മാനസയും, അവരാണ് ഒത്തൊരുമയുള്ള ജോഡി എന്നുള്ള ഭാവന കേൾക്കാൻ വേണ്ടി ഭാവനയെ തട്ടിച്ചും കൊണ്ടാണ് കേട്ടോ മാനസയുടെ അച്ഛൻ അക്കാര്യം പറയുന്നത്. അപ്പോൾ ഭാവനയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്, ഇത് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഇയാൾ പറയുന്നത് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു മൈൻഡും ചെയ്യാതെ ഭാവന നേരെ മുകളിലേക്ക് പോവുകയാണ്. പിന്നീട് ജാനകി കാലും വലിച്ച് നേരെ ഹാളിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം മായ പറയുന്നുണ്ട്, മാമി ചായ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ ജാനകി ആ ചായ എടുക്കുകയാണ്. ചായ എടുത്തുകൊണ്ട് സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ജാനകിക്ക് തരിപ്പിൽ അങ്ങ് കയറാൻ കേട്ടോ. എന്നിട്ട് ആ കയ്യിലുള്ള ചായ ഗ്ലാസ് നിലത്തേക്ക് അങ്ങ് വീഴുകയാണ്. അങ്ങനെ ഗ്ലാസ് വീഴുന്ന സൗണ്ട് കേട്ട് അരുന്ധതി അവിടേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ അരുന്ധതി പെട്ടെന്ന് എന്ത് പറ്റി ആൻറ്റിക്ക്, എന്ത് പറ്റി എന്ന് അരുന്ധതി ജാനകിയുടെ നെഞ്ഞൊക്കെ ഒഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മായച്ചി അമ്മേ ഓടി വായോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ജാനകി പറയണം, മോളെ എന്തിനാണ് നീ അവരെ വിളിക്കുന്നത്, മോളെ കൊണ്ട് കഴിയുമെങ്കിൽ ഇതൊന്ന് വൃത്തിയാക്കുമോ, അവരെ വിളിക്കല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ അതിനെന്താ, ഞാൻ വൃത്തിയാക്കിക്കോളാം എന്ന് അരുന്ധതി പറയുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട മോള് വൃത്തിയാക്കേണ്ട, ആൻറ്റി തന്നെ വൃത്തിയാക്കി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം എന്നും പറഞ്ഞ് അരുന്ധതി അവിടെയൊക്കെ ക്ലീൻ ആക്കുക കേട്ടോ. അങ്ങനെ അത് കണ്ടുകൊണ്ടാണ് അവിടേക്ക് മായ വരിക. അപ്പോൾ എന്ത് പറ്റി, ഞാൻ ചെയ്തോളാം അരുന്ധതി, നീ മാറിക്കോ എന്ന് പറയുമ്പോൾ, അത് വേണ്ട ഏട്ടത്തി, ഞാൻ ചെയ്തോളാം, എനിക്കും ഇതൊക്കെ ചെയ്ത് ശീലിക്കാനുള്ളതല്ലേ എന്നും പറഞ്ഞ് അരുന്ധതി അവിടെയൊക്കെ ക്ലീൻ ആക്കുകയാണ്. അത് കണ്ടും കൊണ്ട് അംബാലിക അവിടേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. അപ്പോൾ അംബാലികക്ക് നല്ല ദേഷ്യം വരികയാണ്. അരുന്ധതി അവിടെയൊക്കെ ക്ലീൻ ആക്കുന്നതും മായ അത് കണ്ടും കൊണ്ട് നിൽക്കുന്നതും ജാനകി അതൊക്കെ നോക്കി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ അംബാലികക്ക് ദേഷ്യം വരികയാണ്. എന്നിട്ട് അംബാലിക മായയെ ചോദ്യം ചെയ്യാണ്, നീ എൻ്റെ മോളെ പണിയെടുപ്പിക്കുകയാണോ എന്നും പറഞ്ഞ്, അയ്യോ ആൻറ്റി ഞാൻ പണിയെടുപ്പിച്ചൊന്നുമല്ല, ഇത് അരുന്ധതി തന്നെ ചെയ്തതാണ് എന്ന് പറയട്ടെ. അപ്പോൾ അരുന്ധതി അല്ല അമ്മേ, എന്നെ കൊണ്ട് ആരും ഇത് ചെയ്യിപ്പിച്ചത്, ഞാൻ തന്നെ ചെയ്തതാണ് എന്ന് പറയും. അംബാലിക അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ പ്രശ്നമുണ്ടാക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ അംബാലിക അവിടേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അംബാലിക ഞാൻ പറഞ്ഞിട്ടാണ് അരുന്ധതി ഇവിടെയൊക്കെ ക്ലീൻ ആക്കാൻ നിന്നത്, എൻ്റെ കയ്യിൽ നിന്നുമാണ് ക്ലാസ്സിലെ ചായ വീണത് എന്നൊക്കെ പറയുമ്പോൾ, നീ പറഞ്ഞത് കേൾക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ എൻ്റെ മോളെ ഞാൻ ഇത്രയും വളർത്തി വലുതാക്കിയത് എന്നും പറഞ്ഞ് ഒരുപാട് അങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ ആ ബഹളം കേട്ട്
കേട്ടിട്ട് അവിടുന്ന് ഗായത്രിയൊക്കെ വരികയാണ്. അപ്പോഴത്തേക്കും സേതുവും കൂടി വരിക കേട്ടോ. എന്നിട്ട് ഭരത്തും കൂടി വരുന്നുണ്ട്. അങ്ങനെ ഭാനുവും കൂടി അവിടേക്ക് വരിക. ഭരത്തിനെ കണ്ടതോടുകൂടി അംബാലിക ഭരത്തിൻ്റെ കയ്യിലേക്ക് ഒരടി അങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ. ഇതിനാടാ നീ എൻ്റെ മോളെ കല്യാണം കഴിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, ഈ വീട്ടിലെ പണിയൊക്കെ എടുപ്പിക്കാനാണോ എന്നങ്ങ് ചോദിക്കാം കേട്ടോ. അപ്പോൾ സേതുവിനൊന്നും അതങ്ങ് പിടിക്കുന്നില്ല. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതിന് ഇവളെ ആരും ഇവിടെ പണിയെടുപ്പിക്കാറൊന്നുമില്ല എന്ന് പറയുമ്പോൾ ജാനകിയും പറയുന്നുണ്ട് അരുന്ധതിയെ ഈ വീട്ടിലുള്ളവർ ആരും തന്നെ ഒരു പണിയും എടുപ്പിക്കാറില്ല. നീ ബാമയോട് ചെയ്തതുപോലെയൊന്നും ഇവിടെയുള്ളവർ ആരും തന്നെ അരുന്ധതിയോട് ചെയ്യുന്നില്ല എന്നൊക്കെ പറയട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് താഴെ വീണ് ഉടഞ്ഞു പോയതാണ്. ഞാൻ തന്നെ ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ മോൾക്ക് എന്നോട് സഹതാപം തോന്നിയത് കൊണ്ടാണ് മോള് തന്നെ ക്ലീൻ ആക്കിയത്. അതിന് ഇത്രയ്ക്കധികം സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ അംബാലിക എന്ന് ജാനകി ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അംബാലിക പറയുകയാണെങ്കിൽ നീ അധികം സംസാരിക്കേണ്ട ജാനകി, എനിക്ക് നിന്നോടല്ല സംസാരിക്കാനുള്ളത് ഇവരോടാണ് എന്നും പറഞ്ഞ് വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാൻ എൻ്റെ മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പോവുകയാണെന്ന് പറയുമ്പോൾ സേതു പറയും എന്തിന്, ഈ വീട്ടിലെ എല്ലാ പണികളും എൻ്റെ ഭാര്യ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് ഭരത്തിൻ്റെ ഭാര്യയ്ക്ക് ചെയ്തുകൂടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു പ്രശ്നമുണ്ടാകും എന്ന് മനസ്സിലാക്കിയ ഗായത്രി പറയുകയാണ് സേതു നിർത്ത്, ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കേണ്ട. അംബാലിക നീ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി ശ്രദ്ധിച്ചോളാം, ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അരുന്ധതിയും പറയുന്നുണ്ട് അമ്മ ഇത്ര പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഞാൻ തന്നെ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ നീ ഇനി അധികം സംസാരിക്കേണ്ട, നീ ഇപ്പോൾ എൻ്റെ കൂടെ വരണം എന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗായത്രിയും അവിടെയുള്ളവരും ഒക്കെ പറയുകയാണ്. സേതു ഒക്കെ പറയും ഇല്ല, ഒരിക്കലും അരുന്ധതി ഈ വീട് വിട്ട് ഇറങ്ങി വരില്ല, അത് വെറുതെ ആൻറ്റിയുടെ മോഹം മാത്രമാണ് എന്ന് പറയട്ടോ. അങ്ങനെ ജാനകിയും പറയുന്നുണ്ട് ഇല്ല അംബാലിക, ഒരിക്കലും അരുന്ധതി ഈ വീട് വിട്ട് വരില്ല, നീ അതിനു വേണ്ടി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, വെറുതെ ഇവിടെ നിന്ന് നാണം കെടാതെ ഇറങ്ങിപ്പോവാൻ നോക്ക് എന്നും പറയുന്നുണ്ട് കേട്ടോ ജാനകി. അപ്പോഴത്തേക്കും ഭരത്തിനോട് പറയും ഞാൻ അതിന് എൻ്റെ മോൾ അരുന്ധതിയെ മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്, ഈ നിൽക്കുന്ന ഭരത്തിനെ കൂടി ഞാൻ കൊണ്ടുപോകും. അപ്പോൾ അംബാലിക ഭരത്തിൻ്റെ പേര് പറയുന്നതിൻ്റെ മുന്നേ അരുന്ധതിയെ മാത്രമാണ് കൊണ്ടുപോകുന്നത് എന്നും കരുതിയിട്ട് ഭരത്ത് പറയുന്നുണ്ട് സോറി ആൻറ്റി, അരുന്ധതി ഈ വീട് വിട്ട് വരില്ല എന്ന് പറയട്ടോ. അപ്പോഴാണ് അംബാലിക പറയുന്നത് അതിന് ഭരത്ത് നീയും കൂടി ഇവളുടെ കൂടെ വരണം എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും ഭരത്തിൻ്റെ മനസ്സങ്ങ് മാറുകയാണ്. ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിലും ഭേദം എൻ്റെ കൂടെ പോരൂ, രണ്ടുപേരും എൻ്റെ കൂടെ പോന്നാൽ സുഖത്തോടു കൂടിയും സൗകര്യത്തോടു കൂടിയും സൗഭാഗ്യത്തോടു കൂടിയും നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം, വേണമെങ്കിൽ എൻ്റെ കൂടെ പോരണം എന്നും പറഞ്ഞിട്ട് ഭരത്തിനോടും അരുന്ധതിയോടും അങ്ങ് പറയാൻ കേട്ടോ. എന്നിട്ട് ഭരത്ത് അരുന്ധതിയുടെ കൈ അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് നേരെ അങ്ങ് റൂമിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ജാനകിയും ഗായത്രിയും സേതു ഒക്കെ പറയുന്നുണ്ട് വെറുതെ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, ഒരിക്കലും ഭരത്ത് അരുന്ധതിയുമായിട്ട് നിൻ്റെ കൂടെ വരില്ല, നീ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് ഇവിടേക്ക് വന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇവിടെ നിന്ന് നാണം കേടാതെ അംബാലിക വീട്ടിലേക്ക് പോയിക്കോ എന്ന് ജാനകി പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ മായയും കൂടി പറയും. ഗായത്രി പറയുന്നുണ്ട് അംബാലിക നീ വെറുതെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല, ഭരത്ത് ഒരിക്കലും നിൻ്റെ കൂടെ വരില്ല, പ്രത്യേകിച്ചും ഭാവനയോട് ചോദിക്കാതെ അവൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി വരില്ല എന്ന് സേതുവും കൂടി പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ അംബാലിക വിചാരിക്കുന്നത് ഇവർ പറയുന്നത് പോലെ ഒരിക്കലും ഭരത്ത് എൻ്റെ കൂടെ വരലുണ്ടാവില്ല, അപ്പോൾ എൻ്റെ പ്ലാനുകളെല്ലാം തകർന്നല്ലോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിരാശയോട് കൂടി നിൽക്കുന്ന സമയത്താണ് ഭരത്ത് അരുന്ധതിയുടെ കൈയും പിടിച്ച് ബാഗുമായിട്ട് റൂമിൽ നിന്നും അങ്ങ് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ആൻറ്റി എന്നങ്ങ് വിളിക്കാൻ കേട്ടോ. അപ്പോൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇവർ പെട്ടിയൊക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത് കാണുമ്പോൾ അംബാലികയ്ക്ക് നല്ല സന്തോഷമാവണം, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യമാണല്ലോ നടക്കാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ഗായത്രിയൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഭരത് നീ എന്താണ് ഈ കാണിക്കുന്നത്, നീ ഈ വീട് വിട്ട് എവിടേക്ക് പോവാനാണ് എന്ന് പറയുമ്പോൾ അമ്മ ഇതിൽ ഇടപെടേണ്ട, ഞാൻ തീരുമാനിച്ചതാണ്, ഞങ്ങൾക്ക് ഈ നരകത്തിൽ നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല, ഞങ്ങൾ അരുന്ധതിയുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് അരുന്ധതിയുടെ കൈയും പിടിച്ച് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗായത്രി കരഞ്ഞുകൊണ്ട് ഭരത് മോനെ നീ അവിടെ പോവരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഭരത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ അംബാലികയാണെങ്കിലോ നല്ല സന്തോഷത്തോടു കൂടി ഞാൻ വിചാരിച്ച കാര്യം നടന്നല്ലോ എന്നുള്ള അഹങ്കാരത്തോടു കൂടി അവരുടെ കൂടെ പോവുകയാണ് കേട്ടോ. അങ്ങനെ സേതു തടയുകയാണ് ഗായത്രിയെ, അവൻ പോട്ടെ അമ്മ വെറുതെ അവൻ്റെ പുറകെ പോയിട്ട് നാണം കേടേണ്ട, അവൻ ഒരിക്കലും നിൽക്കില്ല എന്ന് പറയണം. അങ്ങനെ ഗായത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ വീട് അവന് എന്ന് മുതലാണ് നരകമായതെന്നുള്ളത് എനിക്കിപ്പോഴാണല്ലോ അറിയുന്നത് എന്നും പറയും, ഇതെല്ലാം എൻ്റെ തലവിധിയാണ് എന്നും പറഞ്ഞ് പൊട്ടിക്കരയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട് വെറുതെ കരയേണ്ട ഗായത്രി, അവൻ ഈ വീട് വിട്ടു പോയത് അവൻ്റെ നല്ലതിനല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സങ്കടത്തോടു കൂടി ഗായത്രി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ ഭാനുവും മായയും സേതുവും ഒക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി ആണെങ്കിൽ അവിടെ സോഫയിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ
പൊട്ടിക്കരയാണ്. എന്നിട്ട് തറയിലേക്ക് നോക്കുന്ന സമയത്ത് ജാനകിയുടെ കയ്യിൽ നിന്ന് വീണ ഗ്ലാസ് കുപ്പികളൊക്കെ സ്വയം വയ്യാതെയാണെങ്കിലും അതെല്ലാം ക്ലീൻ ആക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ്. ഞാൻ കാരണമാണല്ലോ ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. മായ ഭാവനയ്ക്ക് വിളിക്കുകയാണ്. എന്നിട്ട് വീട്ടിലുണ്ടായ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് അവനെ ഈ നിലയിൽ എത്തിച്ചത് അങ്ങനെ അവനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടല്ല, അംബാലികയ്ക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഇപ്പോൾ തന്നെ അംബാലികയുടെ വീട്ടിലേക്ക് പോകുമെന്നും പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ. അപ്പോൾ മായ പറയുന്നുണ്ട്, നീ അവിടെ പോയി വെറുതെ നിൻ്റെ വില കളയണ്ട, പോയിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും, ഇല്ല മായേച്ചി, ഞാൻ ഉറപ്പായും അവനെ തിരികെ കൊണ്ടുവരും, അവനെ അങ്ങനെ കണ്ട് വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. എന്നിട്ട് ഭാവന സൂര്യ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. സൂര്യ പറഞ്ഞത് എത്ര ശരിയാണ്, അംബാലിക ഇനി ഭരത്തിനെ വെച്ചാണ് എന്നോടുള്ള പക തീർക്കാൻ പോവുക എന്ന് പറഞ്ഞത് എത്ര ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് അംബാലികയുടെ വീട്ടിലേക്ക് ഭാവന പോവുകയാണ്. ഈ സമയത്ത് ജാനകിയുടെ അടുത്തേക്ക് വിജയപത്മൻ വന്നിട്ടുണ്ടാവും. എന്നിട്ട് വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു ഭരത് ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന്. കാരണം അവൻ കഷ്ടപ്പാടിലൊന്നും ജീവിക്കാൻ താല്പര്യമില്ലാത്തവനാണ്, അവന് നല്ല പൈസക്കാരനായിട്ട് ജീവിക്കണമെന്നാണ് അവൻ്റെ മോഹം. അതുകൊണ്ട് എനിക്ക് അവൻ ഉറപ്പായും പോകുമെന്ന് അറിയാമായിരുന്നു. എന്തായാലും ഇവിടെ ഭാവന ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയധികം സംസാരമോ ഭരത്തിന് ഇവിടുന്ന് പോവാനോ ഒന്നും കഴിയില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമല്ല, അംബാലികയ്ക്ക് ഈ വീടിനെ 4 ആക്കി തിരിക്കണമെന്നുള്ള ആഗ്രഹമാണ് അവളിപ്പോൾ സാധിക്കാൻ പോകുന്നത് എന്നൊക്കെ വിജയപത്മൻ ജാനകിയോട് പറയാൻ കേട്ടോ. ഈ സമയത്ത് ഭാവന അംബാലികയുടെ വീട്ടിലേക്ക് ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ അംബാലിക ഭാവന വരുന്നത് കാണാൻ കേട്ടോ. ഇവളിപ്പോൾ ഇവിടേക്ക് വരുന്നത് ഭരത്തിൻ്റെ കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ്. അവൾക്കുള്ള മറുപടി ഭരത്തിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്നുള്ള ഭാവത്തിൽ അംബാലിക ഭാവനയെ നോക്കി നിൽക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ അംബാലികയുടെ വീട്ടിലേക്ക് ഭാവന ചെല്ലുകയാണ്. അങ്ങനെ ഭാവനയെ അകത്ത് കയറാൻ പോലും അംബാലിക സമ്മതിക്കുന്നില്ല കേട്ടോ. ഭരത്തിനെ കാണണമെന്ന് പറയുമ്പോൾ കേൾക്കാൻ തന്നെ കൂട്ടാക്കാതെ അംബാലിക ഭാവനയെ തടയുകയാണ്. അപ്പോഴത്തേക്കും ഭാവനയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അംബാലികയെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കാൻ കേട്ടോ. കൈ വെച്ച് തടയുന്ന അംബാലികയെ ഭാവന ആ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ്. അങ്ങനെ അംബാലികയ്ക്ക് ഭാവനയെ തടഞ്ഞു നിർത്താൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ഭരത് പിന്നെ സൗണ്ടൊക്കെ കേട്ടിട്ട് താഴേക്ക് ഭരത്തും അരന്തതയും കൂടിയിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഭരത് പറയുന്നുണ്ട്, എന്തിനാണ് ചേച്ചി ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്? നിനക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് വീട്ടിൽ നിന്നും വന്നത് ശരിയായില്ല. നിനക്ക് ഇവിടേക്ക് വരേണ്ട ഒരു ആവശ്യവുമില്ല. നിനക്ക് അരുന്ധതിയും കൂട്ടിയിട്ട് അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഭരത്തിന് അതൊന്നും തന്നെ ഭാവന പറയുന്നതൊന്നും തന്നെ ഇഷ്ടമാകുന്നില്ല. അങ്ങനെ ഭരത് ഭാവനയോട് പറയുകയാണ്, ചേച്ചി എന്നെ പഠിപ്പിക്കുകയും ഈ നിലയിൽ എത്തിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ എന്ന് കരുതിയിട്ട് എനിക്കും എൻ്റെ അരുന്ധതിക്കും ഒരു അടിമയെ പോലെ പട്ടാള ചിട്ടയിലൊന്നും അവിടെ കഴിയാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഭാവനയോട് ഭരത് കുറച്ച് മോശമായിട്ട് ചൂടായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഭാവന ഭരത്തിനോട് ഓരോ കാര്യം പറയുമ്പോഴും ഭരത് അതൊന്നും തന്നെ കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഞാനും എൻ്റെ ഭാര്യ അരുന്ധതിയും ഇവിടെ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കും, അല്ലാതെ ഇനി അവിടെ കിടന്ന് കഷ്ടപ്പെടാനൊന്നും ഞങ്ങളെ കിട്ടില്ല എന്നും പറഞ്ഞ് മോശമായിട്ടാണ് ഭരത് സംസാരിക്കുന്നത്. അങ്ങനെ ഭരത്തിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അംബാലികയ്ക്ക് നല്ല സന്തോഷമാവുകയാണ് കേട്ടോ. ഭാവനയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ഭരത്. അതുകൊണ്ട് ഭരത്തിനെ മുൻനിർത്തിയിട്ട് വേണം ഇനി ഭാവനയോട് എനിക്ക് കളിക്കാൻ എന്നുള്ള ഭാവത്തിൽ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് ഭാവനയെ അംബാലിക നോക്കുന്നത്. അങ്ങനെ വിഷമത്തോടു കൂടി ഭരത് വീട്ടിലേക്ക് വരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ ഭാവന അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഭാവനയോട് പോകുന്ന സമയത്ത് അംബാലിക തോളിൽ കൈവച്ചിട്ട് തന്നെ പറയുന്നുണ്ട്, നീ എന്തു കരുതി ഈ അംബാലികയെക്കുറിച്ച്? നീ എൻ്റെ മക്കളെ 2 പേരെയും കസ്റ്റഡിയിലാക്കിയാൽ ഈ അംബാലിക തോറ്റുപോകുമെന്ന് നീ കരുതിയോ? എങ്കിൽ ഭാവന, നീ ഒന്ന് കേട്ടോ, നിന്നെ തകർക്കാൻ ഇനി എനിക്ക് ഈ ഭരത് മാത്രം മതി. അതുകൊണ്ട് ഭരത്തിനെ മുൻനിർത്തിയിട്ട് തന്നെയാണ് ഞാൻ നിന്നോട് പകരം ചോദിക്കാൻ പോകുന്നത്. എൻ്റെ 2 മക്കളുടെയും ജീവിതം നിന്റെ വീട്ടിൽ വന്ന് ഹോമിക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ നീ ഓർത്തു വെച്ചോ, ഈ അംബാലിക ആരാണെന്നുള്ളത് നീ വഴിയെ കാണാൻ പോകുന്നതുള്ളൂ. നിന്റെ വീട്ടിലുള്ള കൂട്ടുകുടുംബം ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഭാവന പറയുന്നുണ്ട്, വല്ലാതങ്ങ് അഹങ്കരിക്കേണ്ട അംബാലിക ആൻറ്റി, ഇതിനെല്ലാം നിങ്ങൾക്ക് തിരിച്ചടി തന്നെ കിട്ടും. എൻ്റെ ഭരത്തിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. അവൻ ഇപ്പോൾ നിങ്ങളുടെ കസ്റ്റഡിയിലാണെങ്കിലും
അവൻ്റെ തെറ്റു മനസ്സിലാക്കി അവൻ വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും, അത് ഓർത്തു വെച്ചോ അംബാലിക ആൻറ്റിയും എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഭാവന അംബാലികയെ ഒന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നും പോകുന്നത്. പിന്നീട് ഭാവന നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് ഗായത്രി ആണെങ്കിലോ ഭരത്ത് പോയതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഭാവന ചെന്നിട്ട് ഗായത്രിയെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഭരത്തിനെ ഞാൻ അങ്ങനെ അംബാലികയ്ക്ക് വിട്ടുകൊടുക്കുകയൊന്നുമില്ല. അവൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി കൊടുത്ത് അവനെ തിരുത്തി ഈ വീട്ടിലേക്ക് തന്നെ ഞാൻ കൊണ്ടുവരും. അംബാലികയുടെ ഒരു ഉദ്ദേശവും നടക്കുകയില്ല എന്നൊക്കെ ഗായത്രിയെ ഭാവന ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്.